ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദ് ദേവിയെ കൂട്ടാനായിട്ട് ചെല്ലുക കേട്ടോ. അപ്പം വാതിക്കൽ തന്നെ ഉദയഭാനു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉദയഭാനു എന്തൊക്കെയോ ആലോചനയിലാണ്, കൈയും കാലും ഒക്കെ എടുത്ത് ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഇത് കാണുമ്പോൾ നമ്മുടെ ആനന്ദ് മനസ്സിൽ പറയും, ഇങ്ങർക്കിത് എന്ത് പറ്റി, ആർക്ക് പണി കൊടുക്കുന്ന കാര്യമാണോ ആലോചിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ആനന്ദ് മനസ്സിൽ പറയണേ. പെട്ടെന്നാണ് ഉദയഭാനു ആനന്ദിനെ കാണുന്നത്. അപ്പോൾ ആനന്ദിൻ്റെ നിപ്പും ഭാവവും ഒക്കെ കാണുമ്പോൾ ഉദയഭാനു മനസ്സിൽ പറയുക, എൻ്റെ ദൈവമേ, ഇനി ദേവിമോള് പറഞ്ഞ പോലെ എനിക്ക് തടി തരാൻ വന്നതാണോ ഇവൻ ഇവിടെ തന്നെ. ഇവനെ നിൽപ്പൊക്കെ കാണുമ്പം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, ഇവനെന്നെ അടിക്കുമെന്നാണ് തോന്നുന്നത്. പയ്യെ മാറിക്കളയാം എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പയ്യെ പോകാനായിട്ട് തുടങ്ങുമ്പം നമ്മുടെ ആനന്ദ് വിളിക്കും, അല്ല ഇതെന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് ആനന്ദ് ചോദിക്കുക. വെറുതെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുമായിരുന്നു മോനെ. മോൻ വരുന്ന വഴിയാ, വേഗം കയറി വാ എന്ന് പറയാം. ഞാൻ വരുന്ന വഴി തന്നെയാണ്. എൻ്റെ ഭാര്യ ഇവിടെ ഗർഭിണിയായിട്ടിരിക്കുമ്പം അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ അമ്മായിച്ച, അതുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പോവാമെന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയാം. അച്ഛനും ഇതൊക്കെയല്ലേ ആഗ്രഹിച്ചതെന്ന് ചോദിക്കുമോ. അതെ, ഈ സമയത്ത് ഭർത്താവിൻ്റെ സ്നേഹവും പരിചരണവും ഒക്കെ മോനെ ഭാര്യയ്ക്ക് വേണ്ടത്, അതുകൊണ്ട് മോൻ വന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് പറയണേ. അപ്പം ആനന്ദിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പം നമ്മുടെ ഉദയഭാനുവിന് എന്തോ പോലെ തോന്നുക, ഇവനെന്തോ മനസ്സിൽ കരുതിക്കൂടെ സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയുകയാണേ. പെട്ടെന്ന് ആനന്ദ് കൈ ഇങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ ഉദയഭാനു പെട്ടെന്ന് പേടിച്ചു പോകും, ഇനി തല്ലാനായിട്ടാണോ എന്നേ. എന്നിട്ട് ഒരു ആപ്പിൾ കയ്യിലെടുത്ത് ഇട്ട് പറയും, ഇത് കണ്ടോ അങ്കിളിന് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാണ് ആപ്പിള്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയൊക്കെ അങ്ങനെ ഷാർപ്പാകും. ഡോക്ടർമാർ വരെയും പറയുന്നതാ, ആപ്പിള് എല്ലാ ദിവസവും ഓരോന്നും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ട കാര്യമേ വരത്തില്ലെന്ന്. അയ്യോ മോൻ എന്തൊക്കെയായി പറയുന്നേ എന്ന് അപ്പം ഉദയഭാനു ചോദിക്കും. അല്ല, ഞാൻ കാര്യം പറഞ്ഞതാ, ദേ അങ്ങളൊരു ആപ്പിൾ അങ്ങോട്ട് കഴിച്ചേ, എല്ലാ അസുഖങ്ങളും പമ്പ കടക്കും എന്ന് പറയാം. എനിക്ക് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ട് എന്നും കരുതി ആപ്പിളൊന്നും കഴിച്ചാൽ അത് നേരെയാവാൻ പോകുന്നില്ല മോനെ എന്ന് പറയും. എന്തായാലും ഇനിയിപ്പം ഡെയിലി ഓരോ ആപ്പിൾ കഴിച്ചോ, ബുദ്ധിയും ഷാർപ്പാകും എന്ന് ആനന്ദ് പറയും. മോൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനിയിപ്പം ആപ്പിൾ കഴിച്ചോളാം എന്ന് പറയാം. അങ്ങനെ തന്നെ വേണം. എവിടെ എൻ്റെ ഭാര്യ, എൻ്റെ ഗർഭിണിയായ ഭാര്യ? അവളെ കാണാൻ വേണ്ടിയിട്ട് ഈ ആനന്ദേട്ടൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് അവളിങ്ങനെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണോ? അയ്യോ, അവളെ ഞങ്ങൾ വിളിക്കാം എന്ന് പറയാം. അപ്പോൾ ഈ ബഹളമൊക്കെ കേട്ടുണ്ട് ശ്രീകല അങ്ങോട്ട് വരുക. ആരിത്, ആനന്ദമോനോ? ആനന്ദമോൻ ഇന്ന് വരുമെന്ന് ഞങ്ങൾ തീരെ കരുതിയില്ല എന്ന് അപ്പം ശ്രീകല പറയേ. അത് കേൾക്കുമ്പോൾ ആനന്ദ് പറയും, എങ്ങനെ വരാതിരിക്കും ആൻറ്റി, എൻ്റെ ഭാര്യ ഗർഭിണിയല്ലേ, അവളെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. അവൾക്കിനിയിപ്പോൾ എന്തൊക്കെ പോഷകാഹാരങ്ങൾ കഴിച്ചാലാ, അതൊക്കെ വേണ്ട വിധം ചെയ്തു കൊടുക്കണമല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതി. എവിടെ അവൾ, ദേവി എന്നും പറഞ്ഞ് ആനന്ദ് വിളിക്കുവേ. അപ്പം ദേവി ഇറങ്ങി വരും. ആനന്ദിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ആനന്ദിൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പം ദേവിക്കും ഒരു അപാകത തോന്നുവാണേ. അപ്പം ആനന്ദ് ദേവിനെ കാണുമ്പോൾ അടുത്തേക്ക് ചെല്ലും. ആരിത്, എൻ്റെ ഗർഭിണിയായ ഭാര്യയോ? നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പോക്കറ്റിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് ദേവിയുടെ കയ്യിലോട്ട് കൊടുക്കുക. കഴിക്കുക ദേവി, ഈ സമയത്ത് മധുരം കഴിച്ച് നമുക്ക് സന്തോഷം പങ്കിടാം എന്ന് പറയുകയാണേ. അപ്പോൾ ദേവി കഴിക്കാതിരിക്കുമ്പോൾ, എനിക്ക് മനസ്സിലായി, ഞാൻ ഇത് നിനക്ക് വായിൽ വെച്ച് തരാത്തതുകൊണ്ടല്ലേ നീ കഴിക്കാത്തേ, സങ്കടപ്പെടണ്ട, ഇപ്പം തന്നെ ആനന്ദേട്ടൻ തരാം എന്നും പറഞ്ഞ് ആ ചോക്ലേറ്റിൻ്റെ കവറൊക്കെ അഴിച്ച് അതിൻ്റെ ഒരു പീസ് എടുത്ത് ദേവിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരിക. എന്താ ദേവി ഇങ്ങനെ കരയുന്നേ? അപ്പം സ്ത്രീകൾ പറയും, അയ്യോ അത് സന്തോഷ കണ്ണീരാ മോനെ, ആനന്ദാശ്രു എന്ന് പറയും. ആനന്ദാശ്രു, ശരിയാ, ഞാനൊരു അച്ഛനാവാൻ പോവാ, ദേവി ഒരു അമ്മയും, അത് എത്ര വലിയ കാര്യമാണെന്ന് എനിക്കറിയാം ആൻറ്റി. ഇപ്പം തന്നെ ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അത്രയും വലിയൊരു പദവിയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പേരൻസ് ആകുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടോ? നമ്മളെ വിശ്വസിച്ച് നമ്മൾക്കായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുക, ആ കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാ. അങ്ങനെയൊക്കെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മളിൽ നിക്ഷിപ്തമാവാൻ പോകുന്നത്. ഇതിൽ കവിഞ്ഞ് എന്ത് സന്തോഷം എനിക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഞാൻ അത്രയേറെ സന്തോഷത്തിലാണ്, എന്നെക്കാളും സന്തോഷത്തിലാണ് ദേവമംഗലത്തെല്ലാവരും, പ്രത്യേകിച്ച് എൻ്റെ അമ്മയും അച്ഛനും. അവർ നിലത്തെങ്ങുമല്ല, ഒരു മുത്തശ്ശനും മുത്തശ്ശിയാകാൻ പോകുന്ന മുഴുവൻ സന്തോഷവും അവർക്കുണ്ട്. ഇപ്പം തന്നെ വീട്ടിൽ എന്നെ നിർത്തില്ലായിരുന്നേ, ദേവിനെ കൂട്ടിക്കൊണ്ട് വാ എന്നും പറഞ്ഞ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നല്ല സമയമൊക്കെ നോക്കിയിട്ട് വേണമല്ലോ ദേവിനെ കൊണ്ടുവരാൻ, അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് എന്ന് ആനന്ദ് പറയുവേ. അയ്യോ മോനെ, അതൊന്നും സാരമില്ല, അച്ഛനും അമ്മയും എന്തു പറയുന്നു അതുപോലെ തന്നെ വേണം ചെയ്യാൻ എന്ന് ശ്രീകല പറയും. അത് അങ്ങനെ തന്നെ ഉള്ളൂ എന്ന് പെട്ടെന്ന് ആനന്ദം പറയാം.
അപ്പം നമ്മുടെ ഉദയഭാനു ചോദിക്കും, അല്ല മോനിതെങ്ങനെയാണ് വന്നേ എന്ന് ചോദിക്കും. ഞാൻ എനിക്ക് ബൈക്കല്ലേ ഉള്ളൂ, അത് അങ്കിളിനെ അറിയത്തില്ലേ എന്ന് ചോദിക്കുക. അങ്കിളിനെ പോലെ ഒരു കോടീശ്വരനൊന്നും അല്ലല്ലോ ഈ ഞാൻ. പിന്നെ അങ്കിളെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, അങ്കിളിങ്ങനെ ബിഗൊന്നും ഇല്ലാതെ പുറത്തിറങ്ങി നടക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണം. കാരണം കോടീശ്വരനായ ഒരാളല്ലേ അങ്കിള്, ലോകത്ത് എവിടെയൊക്കെയാണ് അങ്കിൾക്ക് ബിസിനസ് ഉള്ളത്. അങ്ങനെ ഒരാൾ ഈ കഞ്ഞിക്കൊലത്തിൽ പുറത്തെങ്ങാനും അറിയാതെ ഇറങ്ങിപ്പോയ അങ്കിളിൻ്റെ പൂർണ്ണ ഇമേജും പോകും. അതോ എൻ്റെ വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ അങ്കിളിൻ്റെ എല്ലാ നാടകങ്ങളും. അതുകൊണ്ട് അങ്കിള് ബിഗ് വെച്ചിട്ട് വേണം എപ്പോഴും നടക്കാൻ കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറയണമെന്ന് കരുതിയതാ, പിന്നെ നമ്മൾ ദേവിയുടെ ഈ ഗർഭത്തിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടുപോയതാ എന്ന് ആനന്ദ് പറയും. അപ്പം ഉദയഭാനു ചിരിക്കണോ കരയണോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വീണ്ടും ചോദിക്കും സ്ത്രീകൾ, അല്ല മോനെ, ദേവിനെയും കൊണ്ട് ഈ സമയത്ത് ബൈക്കിലൊന്നും പോകാൻ പറ്റില്ല, മോൻ അറിയത്തില്ലേ, 3 മാസം നല്ല റെസ്റ്റ് വേണം, അല്ലെങ്കിലും ബൈക്ക് പോലുള്ള വാഹനമൊക്കെ ഈ സമയത്ത് അത്ര നല്ലതും അല്ല എന്ന് പറയാം. അയ്യോ ആൻറ്റി, എനിക്കിത് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബൈക്കിൽ വന്നേ. ആ സാരമില്ല, ആൻറ്റിയെ പോലെ എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞു തന്നാൽ മതി. അതെന്ത് വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാലും ഗോമതി ഉണ്ടല്ലോ, ഗോമതിയും എല്ലാ കാര്യങ്ങളും ദേവിക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് ദേവിയെ നോക്കൂന്നും എനിക്കറിയാം. അപ്പം ആനന്ദ് പറയും, അതെ, എൻ്റെ അമ്മേനെയും അച്ഛനെയും നിങ്ങൾക്കാണല്ലോ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നേ എന്ന് ആനന്ദ് പെട്ടെന്ന് പറയാം. ദേവി, നീ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ പെട്ടെന്ന് ഒരുങ്ങിക്കേ, നമുക്കേ നിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണമെന്ന് എനിക്കും അറിയാം. എനിക്കാണെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും ശരിക്കും അറിയത്തുമില്ല. നിനക്ക് എന്തൊക്കെ പോഷകാഹാരം കൊടുക്കണം, എന്തൊക്കെയോ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കണ്ടേ, വിറ്റാമിൻസിൻ്റെയോ, അതൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നന്നായിട്ടൊന്ന് അറിയാൻ നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഞാനൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റും എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്ന് പെട്ടെന്ന് പറയണേ. ഇത് കേൾക്കുമ്പം എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പോൾ ഉദയഭാനു ചോദിക്കും, അയ്യോ മോനെ, ഇപ്പം തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകണോ, നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് അച്ഛനും അമ്മേനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയാൽ പോരെ എന്ന് ഉദയഭാനു ചോദിക്കാം. അയ്യോ, അതെന്ത് വർത്താനം അങ്കിളീ പറയുന്നേ, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ ദേവിയെ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം കൊണ്ടു ചെല്ലാമെന്ന് അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സമയത്ത് നല്ല റെസ്റ്റൊക്കെ വേണ്ടേ, അപ്പോൾ ഡോക്ടറെ കണ്ടാലല്ലേ അവരല്ലേ പറഞ്ഞു തരുള്ളൂ എങ്ങനെയൊക്കെ ദേവിയെ നമ്മൾ പരിചരിക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ തന്നെ തീരുമാനിച്ചു. അല്ല ദേവി, നിനക്കും ഈ തീരുമാനമാണെന്ന് എനിക്കറിയാം. ഇപ്പം തന്നെ വൈകി, ഇപ്പം എത്ര മാസമായെന്നൊന്നും അറിയത്തില്ലല്ലോ, ചിലപ്പോൾ 1-2 മാസമായി കാണും. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളെ വഴക്കൂടി പറയും, ഇത്രയും താമസിച്ച് ഡോക്ടറെ കാണാൻ ചെല്ലുന്നതിന് എന്നൊക്കെ ആനന്ദ് പറയാം. അപ്പോൾ ശ്രീകലൻ ചോദിക്കും, അയ്യോ മോനെ, ഇപ്പം ഈ എടിപിടിയുന്ന ഡോക്ടറെയൊക്കെ കാണേണ്ട കാര്യമുണ്ടോ, വീട്ടിൽ ചെന്ന് സാവധാനം. ആൻറ്റി എന്ത് വർത്തമാനോ പറയുന്നേ, ആൻറ്റി 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതല്ലേ, അപ്പോൾ ആൻറ്റിക്ക് അറിയില്ലേ എന്നിട്ട് കാര്യങ്ങളൊക്കെ, സ്കാനിങ്ങോ അങ്ങനെ മറ്റോ വല്ലതും ഒക്കെ പറയുമെന്ന് ആർക്കറിയാം. എന്തായാലും ഡോക്ടറെ കണ്ടിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. ദേവിക്ക് നല്ല വിളർച്ചയുണ്ട്, ഇപ്പം തന്നെ ഞാൻ കണ്ടില്ലേ, എന്തോ ഒരു ക്ഷീണം പോലെ, ഇതൊക്കെ മാറണം, അതിന് ടാബ്ലറ്റ് എടുക്കണം, അതൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ എന്ന് ആനന്ദ് പെട്ടെന്ന് പിന്നെയും പറയുകയാണേ. അപ്പോൾ ദേവിയോട് പറയും, നീ പോയി വേഗം ഒരുങ്ങിയിട്ട് വാ, സമയം കളയാനില്ല എന്നൊക്കെ പറയാം. ദേവി ആകെ തകർന്ന അവസ്ഥയിൽ അകത്തേക്ക് കയറി പോവാട്ടോ. അപ്പോൾ ഉദയഭാനു ശ്രീകലയും പരസ്പരം നോക്കുക ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അതേസമയം നമ്മുടെ ദേവമംഗലത്ത് ഗോമതി ആകെ സന്തോഷത്തിലാണ്. അപ്പോൾ ആനന്ദിന് ഫോൺ വിളിക്കുക, ഈ ചെറുക്കൻ എന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ. അപ്പോൾ അങ്ങോട്ടേ മിത്ര വരുക, അപ്പച്ചി തളിക കിട്ടിയിട്ടുണ്ട്, ഇത് മതിയോ ആരതി ഒഴിയാൻ? ഇത് മതി മോളെ, ഇത് തന്നെ ഞാൻ പറഞ്ഞത്. നീ ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ മീനാക്ഷി വരും. അമ്മേ, ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ, ഈ പായസത്തിന് മധുരം കറക്റ്റല്ലേ? മധുരം കുറച്ച് കൂടിപ്പോയോ മോളെ? ഇല്ലില്ല, കറക്റ്റാ. അല്ല, ഇച്ചിരി കുറവാ. ഈ അമ്മയുടെ ഒരു കാര്യം, ഒന്നെങ്കിൽ അമ്മ ഒരു വള്ളത്തിലെ കാല് ചവിട്ടാവുള്ളൂ, ഇങ്ങനെ 2 തോണി കാല് ചവിട്ടിയിട്ടുള്ള പരിപാടി എൻ്റെ അടുത്ത് വേണ്ട. മിത്രേ, നീ ഇത് നോക്കിക്കേ, എങ്ങനെയുണ്ടെന്ന് പറ എന്ന് മീനാക്ഷി പറയട്ടോ. അപ്പം മിത്ര അത് ടേസ്റ്റ് ചെയ്തിട്ട് പറയും, അപ്പച്ചി പറഞ്ഞത് കറക്റ്റാ ചേച്ചി, ഇച്ചിരി മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പം ഗോമതി പറയും, എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കും. ഒരു മധുരത്തിൻ്റെ കാര്യമല്ലേ, അത് ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം, അതിൽ ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് മീനാക്ഷി പറയും. മീനാക്ഷി പെട്ടെന്നാണ് നമ്മുടെ ഗോമതിയുടെ കൈകളിൽ ഒരു എന്നും കാണാത്തൊരു വള കാണുന്നത്. അമ്മ, ഇതേതാ ഈ പുതിയ വള? എങ്ങനെയുണ്ട്, നല്ല അടിപൊളി ഡിസൈനാണല്ലോ, ഇതെൻ്റെ ലോക്കറിലിരുന്ന ആഭരണങ്ങളുടെ കൂടെ ഉള്ള വളയാ, ഇതെന്നെ അമ്മ പെട്ടെന്ന് കയ്യിലെടുത്തിട്ടെ. ഇനി ഗർഭിണിയായ മരുമോളെ സ്വീകരിക്കുമ്പോൾ അമ്മായിമ്മ ഇങ്ങനെ പുതിയ ആഭരണങ്ങളൊക്കെ ഇടണമെന്ന് വല്ല നിയമമുണ്ടോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിച്ചതാ. ഇത് അതിനല്ല, ഇതേ ദേവിക്ക് കൊടുക്കാനാ. അതെന്താ അങ്ങനെ ഒരു ചടങ്ങും? ഇങ്ങനെയൊക്കെ ചടങ്ങുള്ളതാ, പഴമക്കാരിങ്ങനെയൊക്കെ ആയിരുന്നു, ഗർഭിണിയായ മരുമോൾക്ക് വളയൊക്കെ ഇട്ടാ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ
അങ്ങനെ ഒരു ചടങ്ങിനെ പറ്റി ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ എന്ന് മിത്രയോട് മീനാക്ഷി ചോദിക്കും. അല്ലേ മിത്ര, നീ കേട്ടിട്ടുണ്ടോ? നിന്റെ മുത്തശ്ശി വല്ലതും പറഞ്ഞ് നിനക്കറിയാവോ? ഏയ് ഇല്ല ചേച്ചി, ഇങ്ങനെ ഒരു ചടങ്ങിനെ പറ്റി ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കല്യാണം കഴിയുമ്പം മരുമോൾ അമ്മായിമ്മയ്ക്ക് വളയിടുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനൊരു ചടങ്ങിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാം. അപ്പം ഇത് ഗോമതി ഉണ്ടാക്കിയ ചടങ്ങാണെന്നാ തോന്നുന്നേ, അല്ലേ മിത്രേ എന്ന് മീനാക്ഷി പിന്നെയും ചോദിക്കും. അപ്പോൾ ഗോമതി പറയും, ഞാൻ സമ്മതിച്ചു തന്നു, ഇതെൻ്റെ സ്വന്തം ചടങ്ങാണ്. എൻ്റെ മോക്ക് ഞാൻ സ്നേഹത്തോടെ ഒരു വള കൊടുക്കുന്നു, അതിന് ഇവിടെ ആർക്കും ഇത്ര പരാതി? അയ്യോ, ആർക്കും ഒരു പരാതിയില്ല എന്ന് പറയാം. അതെ, നിങ്ങൾ പ്രഗ്നൻ്റാന്ന് അറിയുമ്പം നിങ്ങൾക്കും ഞാൻ വളയൊക്കെ തരും എന്ന് ഗോമതി പറയാം. എനിക്കതിനുള്ള അവസരം തരാത്തതേ നിങ്ങളാ എന്ന് പറയാം. അപ്പം അവസരം തന്നയാൾക്ക് ഞാൻ വളയിടട്ടെ എന്ന് പറയാം. അപ്പം ഇത്രയും മീനാക്ഷിയും കൂടി പറയും, എന്തായാലും നല്ല കാര്യം അമ്മ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ദേവിയടുത്തേക്ക് ഒരുപാട് സന്തോഷമാകും, നമ്മളെല്ലാവരും ഇത്ര സന്തോഷത്തോടെ സ്വീകരിക്കുമ്പം. എന്തായാലും ഞങ്ങൾ 3 പേരും ഭാഗ്യവതികളാണ്, ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മായിമ്മയെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്നൊക്കെ ഇത്രയും മീനാക്ഷിയും കൂടി പറയാം. മതി എന്നെ പൊക്കിയത് എന്നും പറഞ്ഞ് കോമതി അവിടെ നിൽക്കുവാണ്. അതേസമയം നമ്മുടെ ഉദയഭാനുവിൻ്റെ വീട്ടിൽ ആനന്ദാണെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ, ദേവിനെ വെയിറ്റ് ചെയ്ത്. അപ്പോഴാണ് ദേവി ഒരുങ്ങി അങ്ങോട്ട് വരുന്നത്. സ്ത്രീകൾ ചോദിക്കും, എൻ്റെ മോളെ നീ ഈ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണ് പോകുന്നത്? ആനന്ദ് നിന്നെ കൊണ്ടേ ആശുപത്രിയിലേക്കാണ് പോകുന്നത്, അവൻ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ എന്ന് ചോദിക്കുക. എല്ലാം കേട്ടമ്മേ, ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ആനന്ദേട്ടനോട് വരില്ലെന്ന് പറയുന്നു. ഇന്നേ ഒരു ചീത്ത ദിവസമാണ്, എൻ്റെ ആനന്ദേട്ടൻ എന്നെ പൂർണ്ണമായിട്ടും വെറുക്കുന്ന ദിവസം. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യവും ഇല്ലമ്മേ എന്ന് പറയാം. അപ്പോൾ ഉദയഭാനു പറയും, മോളെ നീ അങ്ങോട്ട് പോവരുത്. അല്ല, അച്ഛൻ ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതിന് മുന്നേ ഇങ്ങനൊരു മറുവശം ചിന്തിച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കുക. ഞാൻ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചില്ലായിരുന്നു മോളെ, നിന്നെ കൊണ്ട് നേരെ ദേവമംഗലത്തേക്കേ അവർ പോകുള്ളെന്നാണ് ഞാൻ കരുതിയേ. പിന്നെ ആശുപത്രിയുടെ കാര്യമൊക്കെ പറയുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി, ഇതിപ്പം ഇങ്ങനെയാകുമെന്ന് ആര് കണ്ടു എന്ന് ഉദയഭാനു പറയാം. അപ്പോൾ സ്ത്രീകൾ പറയും, മോളെ നമ്മുടെ എല്ലാ കളികളും ഇന്നോടുകൂടി പൊളിയും, മറ്റുള്ള കള്ളങ്ങൾ പോലെയല്ല. നീ ഗർഭിണിയാണെന്നും കൂടി കള്ളവാ പറഞ്ഞെന്ന് ആനന്ദറിഞ്ഞ നിന്നെ പൂർണ്ണമായിട്ടും അവൻ വെറുക്കും, അത് നിനക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുവാണേ. അത് കേൾക്കുമ്പോഴത്തേക്കും ദേവി പറയും, എനിക്കെല്ലാം അറിയാമേ, എൻ്റെ ആനന്ദേട്ടൻ എന്നെ ഇന്ന് പൂർണ്ണമായിട്ടും വെറുക്കും, എനിക്കറിയാം. പക്ഷേ ആനന്ദേട്ടൻ്റെ കൂടെ തന്നെ പോകാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയാതെ, നീ ഒരു തലകറക്കമെന്ന് പറഞ്ഞ് ഇവിടെങ്ങാനും വീണ് കിടക്ക്, ഇന്ന് ആശുപത്രി പോവണ്ട എന്നങ്ങ് പറയുക. അപ്പോൾ ആനന്ദ് നിന്നെ കൊണ്ടുപോവില്ല. ആനന്ദേട്ടൻ പൊട്ടനാണെന്നാണോ അച്ഛനും അമ്മയും കരുതി വെച്ചിരിക്കുന്നത്? ആനന്ദേട്ടനെ ഇത് കരുതി കൂട്ടി തന്നെ ചെയ്യുന്നതാ. ഞാൻ ഗർഭിണിയാണോ ഇല്ലയോ എന്ന് ആനന്ദേട്ടൻ അറിയണം, എന്നിട്ട് തന്നെ ദേവമംഗലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആനന്ദേട്ടൻ ഡോക്ടറെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നത് തന്നെ. അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. അതെയോ എന്ന് അപ്പോൾ സ്ത്രീകളെ പറയാം. സാരമില്ല, എന്തായാലും ഇതിങ്ങനെ അങ്ങ് അവസാനിക്കട്ടെ. സ്വന്തം കുഞ്ഞിനെ വെച്ച് പോലും കള്ളം പറഞ്ഞ ഒരു ഭാര്യയായ എന്നെ ഇനി ആനന്ദേട്ടൻ സ്നേഹിക്കുമോ? ഒരിക്കലുമില്ല. ആനന്ദേട്ടനില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇന്നത്തോടുകൂടി ഈ ഏടത്തിനെ എൻ്റെ അനിയന്മാരും അനിയത്തിയും അതുപോലെ ഈ മരുമോളെ എൻ്റെ ബാലച്ചനും ഗോമതിയമ്മയും എല്ലാവരും വെറുക്കും. അവർക്കൊക്കെ ഞാൻ ഇന്നൊരു വെറുക്കപ്പെട്ടവളായി മാറും എന്നൊക്കെ നമ്മുടെ ദേവി പറയുകയാണ് കേട്ടോ. എനിക്ക് അച്ഛനോട് ഒരു ദേഷ്യവും ഇല്ല. ഇത്രയും ഗതികെട്ട് പോയൊരു മനുഷ്യൻ, അത്രേ ഉള്ളൂ. മക്കളുടെ നല്ല ജീവിതത്തിന് വേണ്ടി കുറേ കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടി, അത് ഇങ്ങനെയൊക്കെ ആയി തീരുകയും ചെയ്തു. അച്ഛനോട് എനിക്ക് സഹതാപമേ തോന്നുന്നുള്ളൂ. പിന്നെ അച്ഛനിങ്ങനെ തെറ്റായ പാതയിലോട്ട് പോയതിന് അമ്മയ്ക്കും പങ്കുണ്ട്. സാധാരണ ഭാര്യമാർ ഭർത്താവ് ഒരു തെറ്റിലേക്ക് പോകുമ്പം അവരെ നേർവഴിക്ക് നയിക്കാൻ നോക്കും. ഇത് അമ്മയും ആ കൂടെ തന്നെ കൂടി അച്ഛൻ്റെ തെറ്റുകളോടൊപ്പം സഞ്ചരിച്ചു. അതിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്നത്. എൻ്റെ ഈ അവസ്ഥ ഇനി എൻ്റെ അനിയത്തിക്കെങ്കിലും വരാതെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കണം. അവളുടെ ജീവിതമെങ്കിലും കള്ളങ്ങൾക്ക് മേൽ പടുത്തുയർത്തരുത്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. എൻ്റെ ജീവിതം ഇന്നുകൊണ്ട് അവസാനിക്കുക. എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം എൻ്റെ ആനന്ദേട്ടനോടൊപ്പമാണ്. അതിന്ന് തീരും. ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനി എന്ത് വന്നാലും ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞ് ദേവി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണുമ്പം നമ്മുടെ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ഒരുപാട് സങ്കടം വരിക. അവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അപ്പം ഉദയഭാനുവിനോട് ശ്രീകല പറയും, നിങ്ങൾ എന്തെങ്കിലും ഇത് ചെയ്യും മനുഷ്യ എന്നൊക്കെ പറയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.